കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക, പോലെ പോയിരിക്കുക. ഇത് എവിടെയോ നമ്മൾ കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പശു പുല്ല് തിന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കാണാറുണ്ടായിരുന്നു. ബോഡി ഷേമിംഗ് ഒന്നുമില്ല. അതെന്താ സംഭവം എന്നറിയോ? രേണു സബ്സ്ക്രിപ്ഷനുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ എന്ന് രാത്രി വരുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് കേൾവി. അപ്പോൾ ഈ വന്നതിനകത്ത് രേണു കാണിച്ച കുറച്ച് കോക്കാം ബീച്ചുകൾ, കോപ്രായങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് എന്ത് ചോദിച്ചാലും മീറ്റ് മൈ മാനേജർ. ഇതിനകത്ത് എവിടെ ലൈംഗിക ചൊവ എന്നൊന്നും അറിയത്തേ ഇല്ല, പക്ഷേ ഇതിനകത്ത് ലൈംഗിക ചൊവയുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ നിയമസഭയിൽ മന്ത്രിമാർ മുണ്ട് പൊക്കി കാണിക്കും എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, അതേപോലെ പുക്കൂൾ പൊക്കി കാണിക്കുന്ന ഒരു പ്രസ്ഥാനമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്കേതായാലും രേണു ലൈവിൽ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കാണിച്ച കുറച്ച് കാര്യങ്ങളും കാണിക്കാം. 18 വയസ്സിന് താഴെയുള്ളവർ ഇവിടുന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ. രേണുവിൻ്റെ വിഷയം താല്പര്യമില്ലാത്തവർ ഇവിടുന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചുണ്ട് പൊട്ടിയിരിക്കുക, കാലാവസ്ഥ വ്യതിചലനം മൂലം ചുണ്ട് പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റും നാക്കിട്ട് വട്ടത്തി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈംഗിക ചൊവയുള്ള സാധനമൊന്നുമല്ല. ഇതിനകത്ത് ഒരു ലൈംഗിക ചൊവയില്ല. ഫ്രഷ്, എല്ലാം പക്ക ക്ലീൻ നീറ്റ് സാധനം. യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു കുറുമ്പടമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അല്ലാതെ അയ്യയ്യേ അതൊന്നും രേണുവിൻ്റെ സൈഡിൽ നിന്ന് വരത്തില്ല. നാക്ക് ചൂട് കൊണ്ട് പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ച് പുള്ളിക്കാരി സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കുന്ന കുട്ടന്മാരുന്ന്. ആ കുട്ടന്മാർക്ക് കൊടുത്തൊരു ഒരു പ്രിവിലേജാണ്. നാക്ക് പൊട്ടിയിരിക്കുന്നവരെ പുള്ളിക്കാരി കാണിക്കും. അത്രയ്ക്കും തുറന്ന മനസ്സാണ് രേണുവിൻ്റെ. നാക്ക് പൊട്ടിയിരിക്കുന്നുണ്ട്. ബാക്കി പറയൂ. കാലാവസ്ഥയുടെയാണോ നോക്കുന്നത്? ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴെന്നല്ല, ഞാൻ അധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. സത്യം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കറക്റ്റായിട്ട് കാണാവോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലോസപ്പ് അല്ലേ കിട്ടൂ? ക്ലോസപ്പ് അല്ലല്ലോ, നമ്മളെ മൊത്തത്തിൽ കിട്ടണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് കാണാവോ? കുട്ടന്മാർ ഹാപ്പിയാണോ? സബ്സ്ക്രൈബ് ചെയ്ത കുട്ടന്മാർ ഹാപ്പി അല്ലേ? അതറിഞ്ഞാൽ മതി മോക്ക്. ബാക്കിയൊക്കെ പുള്ളിക്കാരി ഓക്കെയാ. പറക്കാം നമുക്ക് ബഹിരാകാശത്തേക്ക് പറക്കാം. ഈ ഷെഫീന ബീവിയുടെ ചാനലിൽ ഇന്ന് മറ്റൊരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പിനകത്ത് കാണിക്കുന്നത് പുള്ളിക്കാരി ഒരു കുപ്പി മറ്റേ പൊട്ടൻ ചുക്കാതി തൈലം പോലെ എന്തോ ഒരു എണ്ണ എടുത്തിട്ട് തുട മുഴുവൻ കാണിച്ചിട്ട് മറ്റേ ജയൻ പശുവിനെ തടവുമല്ലോ, അതേപോലെ സ്വന്തം കാലിൽ താൻ തന്നെ തടവി നിർവൃതി അടയുന്ന ഒരു രംഗം ഷെഫീന ബീവിയുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്ത് വെക്കുന്നില്ല. നൈസായിട്ടുണ്ട്. 1-2 സാധനം ലീക്കായിട്ടുണ്ട്. പുതിയ സബ്സ്ക്രിപ്ഷൻ ചാറ്റ് ലീക്കായിട്ടുണ്ട്. അതൊന്നും എടുക്കുന്നില്ല. അതിൽ ബഹുത്ത് പെടാ സാധനം ദിസ് വീഡിയോ മേ ഹേ. അപ്പോൾ ബാക്കിയാണ്. ഇതിലെവിടാ ഡ്രസ്സ്? ഡ്രസ്സ് അടിപൊളിയാണ്. സൂപ്പർ ഡ്രസ്സ്, അടിപൊളി കിടക്കാച്ച ഡ്രസ്സ്. ഇത് ദുബായിൽ നിന്നും കൊടുത്തതാണെന്നാണ് രേണു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അതറിഞ്ഞാൽ മതി. വേറെന്താണ്? വേറെന്താണ്? ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം കുട്ടന്മാർക്ക്? കുട്ടന്മാർ ഇത്രയും നല്ല സാധനം വേറെ എവിടെയെങ്കിലും കിട്ടുമോ? കുട്ടന്മാർക്ക് വേണ്ടി രേണുവിന് റസൽ കൈമയിൽ നിന്നും കിട്ടിയ വസ്ത്രാലങ്കാരം, അല്ല വസ്ത്രത്തിൻ്റെ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വസ്ത്രം എവിടെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പുള്ളിക്കാരി കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ലീക്കാവുന്നുണ്ട്. കുറച്ച് ദിവസം പെരയ്ക്കകത്ത് പൂട്ടിയിരുന്നതിന് ശേഷം സട കുടഞ്ഞ് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വന്നിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. നമുക്ക് ബാക്കിയാണ്, അല്ല രേഷ്മ തങ്കച്ചൻ. ബാക്കിയാണ്. ദൈവം സഹായിച്ച് നമ്മുടെ ബോഡി ഷേപ്പാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. തമന്നയുടെ വയറ്, തവളയുടെ, അല്ല ബാക്കിയൊക്കെ. ലൈവ് നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഞാൻ നേരത്തെ ഓർമ്മ നോക്കാം.
നൈറ്റും വരും. കുട്ടന്മാർ ഹാപ്പിയല്ലേ? നൈറ്റും ചേച്ചി വരും. ചേച്ചിക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ആ കമൻറ്റിനുള്ള റിയാക്ഷനാണ് നിങ്ങൾ കാണുന്നത്. കമൻറ്റിലേക്കൊക്കെ നമുക്ക് വരാം. കമൻറ്റൊക്കെ ഞാൻ കാണിക്കാം. നമുക്ക് രേണുവിൻ്റെ ബാക്കി പ്രകടനങ്ങളൊക്കെ കൂടെ കാണാം. ഇതുവരെ നോക്കാത്ത വെറുതെ വീട്ടിലിരിക്കുമല്ല, ഞാൻ തിരക്കായിരുന്നു. പക്ഷേ 3-4 ദിവസം വീട്ടിലുണ്ടായിരുന്നല്ലോ. പക്ഷേ പുള്ളിക്കാരി തിരക്കാന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചോണം. പുള്ളിക്കാരി ചാറ്റ് ചെയ്യുന്നവർക്ക് കാലിൽ ഓയിൽ മസാജ് ഇടുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആയുർവേദ ചികിത്സകളെല്ലാം വീട്ടിൽ തന്നെ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാലിൽ മസാജ് അതൊക്കെ ഷഫീന ബിയുടെ ചാനലുണ്ട്, പോയി ഞങ്ങൾക്ക് കാണാം. വീട്ടിൽ നിന്ന് എനിക്കാരും കൊണ്ടൊന്നും തരത്തില്ല. എനിക്കാരും ഇല്ല തരാൻ. കാമുകന്മാരോ? അവിടെയും ബഹുവചനമാണ്. എനിക്ക് കാമുകനില്ല എന്നുള്ളതല്ല, കാമുകന്മാരില്ല. മനസ്സിലായോ? അല്ല, കാമുകൻ എന്നൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞ് തൊറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അവന്മാർക്കൊക്കെ വിഷമായെന്ന് തോന്നും. ഒരുപാട് പേര് ഇപ്പം ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈവിലോ അല്ലെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ കയറണമെന്നില്ല. ഉള്ളവർ മതി. ഞാൻ തുണി ഊരി പറിച്ച് കാണിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഈ സബ്സ്ക്രിപ്ഷനിലോട്ട് വരണമെന്നില്ല. ഉള്ളവർ മതി. ആയതിനാൽ സബ്സ്ക്രിപ്ഷനിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇറങ്ങിപ്പോയി എന്നാണ് പുള്ളിക്കാരി പറയുന്നതിൻ്റെ സാരാംശം. ശരിയാണ്, കുറേ പേര് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പറിച്ച് കാണിക്കാൻ എന്തിയേ? ഇത് മതി. ഇത് തന്നെ ധാളാരം. ഇതിൽ കൂടുതൽ ആർക്ക് എന്ത് ഇത്ര ഇൻസ്റ്റഗ്രാമിൻ്റെ മറ്റേ ഒരു ഇത് കാണുമല്ലോ, അവരുടെ ഒരു ബേസിക്, അവരുടെ ഒരു മര്യാദ ഉണ്ടാവുമല്ലോ, അത് വെച്ച് കാണിക്കാൻ പറ്റുന്ന അത്ര വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് പരമാവധി. ഇത് മാക്സിമം, ദിസ് ഈസ് ദ മാക്സിമം. എക്സ്ട്രോർഡിനറിയാണ് ഈ സാധനം. അപ്പോൾ ആ ആൾക്കാരെ പോയവരെ തൃപ്തിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ലൈവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ 3 ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ചു തുടങ്ങി. ഈ മാസം മുതൽ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് 3 ലക്ഷം രൂപ കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അപ്പുറത്ത് അനാഥാലയത്തിൽ ആഹാരം കൊടുക്കണം, ഇപ്പുറത്ത് പാവങ്ങളെ സഹായിക്കണം, അപ്പുറത്ത് അവൻ്റെ ജീവിതം തൊലയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പം 3 ലക്ഷമൊക്കെ ഇറങ്ങിപ്പോയി. ഒരു മാസം വന്നിട്ട് ഇത്തനെ ഉള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിപ്പോയപ്പോൾ ഇപ്പോൾ അടുത്ത പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. ചേച്ചി 3 ലക്ഷം രൂപ എങ്ങനെ സമ്പാദിച്ചിരിക്കും ഒരു മാസം? യോഗാസനം, ഓയിൽ മസാജ്, പലതരം കാര്യങ്ങളാണ് രേണു നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത് യോഗയിലെ ഒരു പ്രത്യേകതരം ആസന അഭ്യാസമാണ് നമുക്ക് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ടക്കുന്നൊരു സൗണ്ട് കേൾക്കും, താഴെ നിന്ന് ടക്കുന്നൊരു സൗണ്ട് കേൾക്കും. കേൾക്കുന്നവൻ്റെ ചില മനസ്സിൽ ലഡു പൊട്ടിയെന്നൊരു സാധനം കേൾക്കും. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന നോട്ടം ഒരു തുള്ളി പോലും നീങ്ങാതെ ക്യാമറയിലേക്ക് തന്നെ നോക്കി പുള്ളിക്കാരുടെ പുളുക്ക കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് തുണിയൊക്കെ കെട്ടി കൊടുക്കുന്ന സാധനമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും അല്ല ക്ലിയർ അല്ലേ? തമന്നയുടെ വയറ് ഫുള്ള് ക്ലിയർ അല്ലേ? അത് മതി. വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരി ഇതിൻ്റെ ഷൂലൈസ് പോലത്തെ സാധനമൊക്കെ കെട്ടുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കുട്ടന്മാരെ സംതൃപ്തിപ്പെടുത്താനുള്ള എല്ലാം ചേച്ചി ചെയ്യുന്നുണ്ട്. ഓക്കെ. മറിച്ച് പൊക്കിളി മറിച്ച് നമ്മൾ മറ്റേ ഇതിനകത്ത് പറയുന്ന പോലെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, നിയമസഭയിൽ തുണി പൊക്കി കാണിക്കുന്ന ശാസ്ത്രത്തിന് പിന്നിൽ സബ്സ്ക്രിപ്ഷനിൽ പൊക്കി കാണിക്കുന്ന ചടങ്ങ് അത് നിർബന്ധം. അത് രേണുവിന് നല്ല എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും നിർബന്ധമാണ്. വളരെ ക്ലിയറാണ്. കൃത്യമായി കാണുന്ന ഒരു പരിധിയിലേക്ക് സൂപ്പറാണ്. സംഭവം ക്ലിയറാണ്. മനസ്സിലായല്ലോ? ആ ഒരു മനസ്സിന് നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ പാടില്ല. ഓക്കെ ടാറ്റാ. അവിടെ മാത്രമല്ല, ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വസ്ത്രം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സ്ത്രീകളാകുമ്പോഴത്തേനും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോയിൽ ചെയ്യുമ്പോഴോ അവിടെ ഇവിടെയൊക്കെ ശരീരഭാഗങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പിടിച്ചിടണം. അങ്ങനെ പിടിച്ചിടുന്നൊരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
താങ്ക് യു, വയറ്റത്തടിച്ചിട്ട് താങ്ക് യു. എന്തിനാണോ എന്തോ ആരെങ്കിലും തമിഴ്നാട് വയറെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക? ആര് കടിച്ച് കാലാവസ്ഥ കൊണ്ട് മുറിഞ്ഞ ആദ്യം നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്തുമോ? നമ്മളൊന്നും പറയുന്നില്ല. നമ്മൾ ഈ കളിയിലില്ല. ഗാലറിയിലിരുന്ന് കണ്ടാൽ മതി, നമുക്ക് കാണാം. ആ ഇതിലെന്ത് ലൈംഗിക ചൊവ? എന്ത് ലൈംഗിക ചൊവ എവിടെ? ഇത് ചുണ്ടു മുറിഞ്ഞിരിക്കുന്നു, നാക്ക് വെച്ച് സെലൈവേറ്റ് ചെയ്യുന്നു. ഇതിലെവിടെ ലൈംഗിക ചൊവ? ഹലോ, എന്തെങ്കിലും പറയാനുള്ള ഒരു കോണ്ടാക്ട് മൈ മാനേജർ. എനിക്കൊന്നും പറയാനില്ല. ഇതിനകത്തൊന്നും ഒരു ലൈംഗിക ചൊവയില്ല. വസ്ത്രധാരണത്തിലും ലൈംഗിക ചൊവയില്ല, കാണിക്കുന്ന ആ ചേഷ്ടകളിലും ലൈംഗിക ചൊവയില്ല. ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് മുറിഞ്ഞിരിക്കുന്നിടത്ത് നാക്കുകൊണ്ട് ഇങ്ങനെ തലോടി ആ മുറിവിനെ ഉണക്കുക എന്നുള്ളത്. അതിനെ ഒന്നും ലൈംഗിക ചൊവ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇനി ആരും വരല്ലേ? അതൊന്നും പറ്റത്തില്ലേ? കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. എന്താ രേണു ചേച്ചി ഉദ്ദേശിക്കുന്നത്? എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രേണു ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വന്നൊരു ലൈവാണ് ഇത്. ഏറെക്കുറെ ഒരു 9 മിനിറ്റോളം ദൈർഘ്യമുണ്ടായിരുന്ന ഒരു ലൈവാണ്. ഈ ലൈവിനകത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിക്കുന്നതുമല്ല പ്രശ്നം. ഇത് രേണു തന്നെ എടുത്തിട്ട് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ഒന്ന് നോക്കണം. ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇതൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മൂവീനെക്കാട്ടിലും പരാജയമായിട്ടാണ് രേണു പോകുന്നത്. നിങ്ങളൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ്, നിങ്ങളൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചിട്ട് വേണോ ജീവിക്കാൻ? ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും, ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, ഏതോ ഒരുത്തേ നിങ്ങളുടെ മാത്രം കട്ട് പീസായിട്ട് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു സാധനം എന്തായിരിക്കും? ഇനി ഇതിനകത്ത് വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ കാണിക്കാം. ഈ കമൻറ്റുകൾക്കാണ് ചേച്ചി ആ പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ ഓപ്പൺ ആക്ക്, ചേട്ടന് വയ്യ, ചേച്ചി പവറാക്, സോങ് ഏതെങ്കിലും പാടുക, അതിനാണ് വസീകറോ ഇതാണ് എപ്പോഴും പാടുന്നത്. ആ പാട്ടിനെ കുറിച്ചൊക്കെ ചേച്ചി പരാമർശിച്ചത്. ഇനി എന്തിനാണ് കളത്തിപ്പിടിച്ച എന്തോ ഒന്ന്. അടുത്തത് വരുമ്പോൾ ഒന്ന് പറയണേ, മറ്റേ ലൈവ് വരുമ്പോൾ പറയണമെന്ന്. രാത്രി ലൈവ് വരുമെന്നുള്ള പ്രത്യേകമായ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി സബ് കളയുന്നു, പോകുന്നു, ബൈ ദ ബൈ. അടുത്തത് ആ ഒരു ബട്ടൺ കഴിക്കാമോ? ബട്ടൺ കഴിക്കാമോ എന്നോ? എന്തൊരു തരം സൈക്കോടാ നീ. നല്ല ഓക്കെ, ഒരു ബട്ടൺ കൂടി തുരിണോ? ഒരു ബട്ടൺ കൂടി തുരിടോ? എനിക്കറിയത്തില്ല. നാക്കിട്ട് കളിക്ക് ചുണ്ടിൽ, അതാണ് നിങ്ങളെ കണ്ടോണ്ടിരുന്ന നാക്കിലെ മുറിവ് കണ്ടോണ്ടിരുന്നില്ലേ ആ സാധനം? ഉഫ് ചുണ്ട് എന്നൊരുത്തം പറഞ്ഞിരിക്കുകയാണ്. ഒരു ബട്ടൺ തുറക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുട്ടന്മാർ വളരെ നല്ല രീതിയിൽ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട്. ചേച്ചി അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നന്നായിരിക്കട്ടെ. ഇതിനകത്തൊന്നും ലൈംഗിക ചൊവ്വയൊന്നുമില്ല. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ചുണ്ടിലെ മുറിവ്, വസ്ത്രധാരണം, അവരുടെ സുന്ദരമായ പുക്ലി ഒക്കെ ആണ് പുള്ളിക്കാരി കാണിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിക്ക് ആണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പോട്ടെ. സബ്സ്ക്രിപ്ഷൻ്റെ വീണ്ടും സാധനങ്ങൾ പോരട്ടെ. ഞാൻ കുറേ നാളുകൊണ്ട് ഈ സബ്സ്ക്രിപ്ഷനകത്തെ സാമാനങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നു. ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല. വീണ്ടും മാന്യത ഇല്ലാത്തതിൻ്റെ വേറൊരു വാക്കെന്താ, എന്നാൽ മാന്യത ഇല്ലാത്ത രീതിയിൽ വന്നപ്പോഴത്തേനും നമ്മൾ വിമർശിക്കണമല്ലോ. അങ്ങനെ വിമർശിച്ചതാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ചേച്ചി, നല്ല ഇതുപോലെ ചെയ്ത് പോയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വരും തലമുറയെ കൂട്ടിച്ചോറാക്കണം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ. ബൈ.